കഥ അവൾ എന്റെ ഓർമ്മയായ ദിവസം. അവൾ എന്റെ ജീവിതത്തിൽ ഒരു ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആ ദിവസം എന്റെ ജീവിതമായി മാറി. ഞാൻ അവളെ കണ്ടത് ഒരു ബസ് യാത്രയിൽ. ദൂരെ പോകുന്ന ഒരു രാത്രി ബസ്. ജനലിനരികിലെ സീറ്റ്. പുറത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അവൾ ഹെഡ്ഫോൺ കാതിൽ വെച്ച് നിശബ്ദമായി പുറത്തേക്ക് നോക്കിയിരുന്നു. ബസ് പെട്ടെന്ന് ബ്രേക്ക് അടിച്ചു. അവൾ അല്പം തെന്നി. സോറി, അവൾ പറഞ്ഞു. അവളുടെ ശബ്ദം എന്റെ ഉറക്കം മുഴുവൻ മാറ്റി. അങ്ങനെ ഒരു ചെറു സംഭാഷണം, പിന്നെ മൗനം. പക്ഷേ അത് ഭാരമായിരുന്നില്ല. അവൾ പറഞ്ഞു, നിനക്ക് രാത്രിയാത്ര ഇഷ്ടമാണോ? ഞാൻ പറഞ്ഞു, പകൽ എല്ലാവരും കാണും, രാത്രി നമ്മൾ നമ്മളാവും. അവൾ ചിരിച്ചു. ആ ചിരി ഇരുട്ടിലൊരു വെളിച്ചമായി. ബസ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. നമ്മുടെ സംസാരങ്ങൾ പതുക്കെ നീണ്ടു. അവൾ പറഞ്ഞു, എനിക്കെല്ലാം വിട്ട് ഒരിടത്തേക്ക് പോകണമെന്നുണ്ട്. ഞാൻ ചോദിച്ചില്ല എവിടെ, എന്തിനെന്ന്. ചില സ്വപ്നങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചാൽ പൊളിയും. രാത്രി കൂടുതൽ ആഴമായപ്പോൾ അവൾ ഉറങ്ങിപ്പോയി, ജനലിനരികിൽ തല ചായ്ച്ച്. ഞാൻ അവളെ വിലക്കിയില്ല. ആ നിമിഷം നഷ്ടപ്പെടുത്താൻ എനിക്ക് മനസ്സില്ലായിരുന്നു. ബസ് ഒരു സ്റ്റോപ്പിൽ നിർത്തി. അവൾ കണ്ണു തുറന്നു. ഇതാണെന്റെ സ്റ്റോപ്പ്, അവൾ പറഞ്ഞു. എനിക്ക് വാക്കുകൾ കിട്ടിയില്ല. അവൾ ഇറങ്ങുമ്പോൾ ഒരു നിമിഷം തിരിഞ്ഞു നോക്കി. ഇന്ന് രാത്രി നിനക്കൊപ്പം സംസാരിച്ചത് എനിക്ക് വളരെ ആശ്വാസം തന്നു. പിന്നെ അവൾ പോയി. ബസ് വീണ്ടും നീങ്ങി. എന്റെ കൈയിൽ അവളുടെ ഒന്നുമില്ലായിരുന്നു. ഫോൺ നമ്പറില്ല, പേരുപോലുമില്ല. പക്ഷേ എന്റെ മനസ്സിൽ അവൾ നിറഞ്ഞിരുന്നു. ഇന്നും രാത്രി യാത്ര ചെയ്യുമ്പോൾ എനിക്ക് തോന്നും, ചില ആളുകൾ ജീവിതത്തിലേക്ക് വരുന്നത് നമ്മോടൊപ്പം തുടരാനല്ല, ഒരു രാത്രി നമ്മളെ മുഴുവൻ മാറ്റാനാണ്. അവൾ എന്റെ ഓർമ്മയായ ദിവസം ഇന്നും എന്നിൽ ജീവിക്കുന്നു. പഴയ വീടിന്റെ വരാന്തയിൽ ഒരു കസേരയിലിരുന്ന് നവീൻ ഓരോ സന്ധ്യയും ആകാശം നോക്കിക്കൊണ്ടിരിക്കും. ആ വീടിന് ഒരു മണമുണ്ടായിരുന്നു. മഴ നനഞ്ഞ മണ്ണിന്റെ മണവും പഴയ ഓർമ്മകളുടെ ഭാരവും. ആ മണത്തിനൊപ്പം അവന്റെ മനസ്സിൽ ഒരേ ഒരു മുഖം മാത്രം, അനു. അവൾ വന്നത് അവന്റെ ജീവിതത്തിലെ ഏറ്റവും ശാന്തമായ കാലത്തായിരുന്നു. പക്ഷെ അവൾ പോയത് ഏറ്റവും കൊടുങ്കാറ്റായിട്ടാണ്. അവരു പരിചയപ്പെട്ടത് ഒരു ട്രെയിൻ യാത്രയിൽ. അനു ജനാലയ്ക്കരികിലിരുന്ന് പുറത്തൊഴുകുന്ന പച്ചപ്പിനെ കണ്ണു നിറയെ നോക്കുകയായിരുന്നു. ഇവിടം ഇഷ്ടമാണോ? നവീൻ ചോദിച്ചു. അവൾ ചിരിച്ചു. ഇഷ്ടമല്ല, ഇവിടെ മനസ്സിലാകുന്നു. ആ മറുപടി അവനെ അത്ഭുതപ്പെടുത്തി. അതുമുതൽ വാക്കുകൾ കുറവായിരുന്നു, നിശബ്ദങ്ങൾ കൂടുതലായിരുന്നു. ഓരോ യാത്രയും അവരെ അടുത്താക്കി. ഓരോ പിരിയലും കൂടുതൽ ബന്ധിപ്പിച്ചു. ഒരു മഴയുള്ള സന്ധ്യയിൽ നവീൻ ചോദിച്ചു, നമ്മളിതിനെ പ്രണയമെന്നു വിളിക്കാമോ? അനു കുറച്ചുനേരം മൗനം പാലിച്ചു. പിന്നീട് പറഞ്ഞു, പേരുകൾ വേണ്ട, ഇത് ഉള്ളിലുണ്ടെങ്കിൽ മതി. പക്ഷേ ജീവിതം വീണ്ടും ഇടപെട്ടു. അനുവിന് വിദേശത്തേക്ക് പോകേണ്ടി വന്നു, പഠനത്തിനായി. ഞാൻ തിരിച്ചുവരും, അവൾ പറഞ്ഞു. അവൻ വിശ്വസിച്ചു. കാത്തിരുന്നു. ദിവസങ്ങൾ മാസങ്ങളായി, മാസങ്ങൾ വർഷങ്ങളായി. മെസ്സേജുകൾ കുറഞ്ഞു, ശബ്ദങ്ങൾ മങ്ങി. ഒടുവിൽ നിശബ്ദം മാത്രം. നവീൻ വീണ്ടും പഴയ വീട്ടിലേക്ക് മടങ്ങി. അവിടെ ഓർമ്മകൾ മാത്രം ജീവിച്ചു. വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം വീട്ടുമുറ്റത്ത് ഒരാൾ നിന്നു. അനു. കണ്ണുകളിൽ പഴയ പ്രണയവും പുതിയ ക്ഷീണവും. ഞാൻ മാറിയല്ലോ, അവൾ ചോദിച്ചു. നവീൻ മന്ദമായി പറഞ്ഞു, മാറിയത് നീയല്ല, കാലമാണ്. അവൻ അവളെ വരാന്തയിലേക്ക് കൊണ്ടുവന്നു. അവിടെ മഴയുടെ മണം ഇനിയുമുണ്ടായിരുന്നു. അവർ ഒന്നും പറഞ്ഞില്ല. പക്ഷേ ആ നിശബ്ദത്തിൽ എല്ലാം പറഞ്ഞു കഴിഞ്ഞിരുന്നു. ചില പ്രണയങ്ങൾ ജീവിതമായി മാറില്ല, പക്ഷേ ജീവിതം മുഴുവൻ നമ്മളോടൊപ്പം നടക്കും. മഴ പെയ്യുന്ന ഒരു സന്ധ്യയായിരുന്നു അത്. ആകാശം മുഴുവൻ ചാരനിറം പടർന്നപ്പോൾ അദ്വൈത് പഴയ ബസ് സ്റ്റോപ്പിൽ നിശബ്ദമായി നിന്നു.
ആ സ്ഥലത്തുനിന്ന് ഓരോ തുള്ളി മഴയും അവനെ പിന്നിലേക്ക് വലിച്ചുകൊണ്ടുപോയി. അവന്റെ ജീവിതത്തിലെ ഒരേയൊരു പ്രണയത്തിലേക്ക്, മേഘ. അവൾ വന്നത് ഒരു മഴക്കാലത്ത് തന്നെയായിരുന്നു. കോളേജിന്റെ ആദ്യ ദിവസം. ചൂടൻ കാറ്റും നനഞ്ഞ മണ്ണിന്റെ മണവും. അവളുടെ കണ്ണുകളിൽ അതേ മണമായിരുന്നു, നിശബ്ദവും ആഴമുള്ളതും. അദ്വൈത് അധികം സംസാരിക്കുന്ന ആളല്ല, പക്ഷേ മേഘയുടെ ചിരി അവന്റെ ഉള്ളിലെ എല്ലാ വാക്കുകളും ഉണർത്തി. ക്ലാസുകൾ കഴിഞ്ഞ് ലൈബ്രറിയിലെ കോണിലിരുന്ന് അവർ ജീവിതത്തെക്കുറിച്ച് സംസാരിച്ചു. സ്വപ്നങ്ങളെക്കുറിച്ച്, ഭയങ്ങളെക്കുറിച്ച്, പറയാതെ പോയ പ്രണയത്തെക്കുറിച്ച്. ഒരു ദിവസം മഴ അതിരൂക്ഷമായി പെയ്തു. കോളേജ് പൂട്ടി. അവർ രണ്ടുപേരും ഒറ്റയ്ക്ക് ഒരു ഷെഡിന് കീഴിൽ. "നിനക്കൊരാളെ ഇഷ്ടമാണോ?" മേഘ ചോദിച്ചു. അദ്വൈത് മറുപടി പറഞ്ഞില്ല. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അത് മതി എന്ന പോലെ അവൾ ചിരിച്ചു. അന്നവൻ അവളുടെ കൈ പിടിച്ചു. അതൊരു ധൈര്യപ്രകടനമായിരുന്നില്ല, ഒരു സമ്മതമായിരുന്നു. പക്ഷേ പ്രണയം എല്ലായ്പ്പോഴും ജയിക്കില്ല. മേഘയുടെ വീട്ടുകാർക്ക് ഈ ബന്ധം അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. വിദേശത്തേക്ക് പഠിക്കാൻ പോകേണ്ടി വന്നു അവൾക്ക്. "ഞാൻ മടങ്ങിവരും," അവൾ പറഞ്ഞത് വിശ്വാസത്തോടെ. അവൻ കാത്തിരുന്നു. ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ. സമ്പർക്കങ്ങൾ കുറയുകയായിരുന്നു. ശേഷം പൂർണ്ണമായ നിശബ്ദം. വർഷങ്ങൾക്ക് ശേഷം അതേ ബസ് സ്റ്റോപ്പിൽ, അതേ മഴ. "അദ്വൈത്?" ആ ശബ്ദം. അവൻ തിരിഞ്ഞു നോക്കി. മേഘ. കണ്ണുകളിൽ പഴയ പ്രണയവും പുതിയ വേദനയും. "ജീവിതം മുന്നോട്ടു പോയോ?" അവൻ ചോദിച്ചു. "ശരീരം മുന്നോട്ടുപോയി, പക്ഷേ ഹൃദയം അവിടെ നിന്നുള്ളൂ," അവൾ പറഞ്ഞു. മഴ ശക്തമായി പെയ്തു. വാക്കുകൾ ആവശ്യമില്ലാതായി. അവൻ അവളെ ചേർത്തുപിടിച്ചു. വർഷങ്ങളോളം അടക്കിവെച്ച വികാരങ്ങൾ ആ മഴയിൽ അലിഞ്ഞുപോയി. അവരറിയാമായിരുന്നു, ഇതൊരു പുതിയ തുടക്കമാകണമെന്നില്ല. പക്ഷേ ഇത് ഒരു സത്യസന്ധമായ പ്രണയത്തിന്റെ അവസാനവുമല്ല. ചില പ്രണയങ്ങൾ ജീവിതമാകെ കൂടെ നടക്കില്ല, പക്ഷേ ഹൃദയം ഒരിക്കലും വിടില്ല. ശീർഷകം: ജാലകത്തിനപ്പുറം പെയ്ത മഴ. രാത്രി 9 മണി. മഴ നഗരത്തെ മുഴുവൻ ഒരു ശബ്ദമായി മാറ്റിയിരുന്നു. എന്റെ മുറിയുടെ ജാലകത്തിനരികിൽ ഞാൻ നിൽക്കുമ്പോൾ എതിർവശത്തെ വീട്ടിലെ ഒരു വെളിച്ചം എന്റെ കണ്ണിൽപ്പെട്ടു. അവിടെ അവൾ, അനു. മഴ നോക്കി നിൽക്കുന്നതുപോലെ തന്നെ ജീവിതം നോക്കി നിൽക്കുന്ന ഒരാൾ. ഞാൻ, അഭിജിത്ത്, ഈ നഗരത്തിലേക്ക് താൽക്കാലികമായി വന്ന ഒരാൾ. പക്ഷേ അവൾ സ്ഥിരമായി എന്റെ ഉള്ളിലിരുന്നുപോയി. മഴയിലൂടെ പരിചയം. ആദ്യ ദിവസം ഒരു നോട്ടം മാത്രം. 2ാം ദിവസം ഒരു പുഞ്ചിരി. 3ാം ദിവസം ഒരു കൈവീശൽ. ജാലകങ്ങൾക്കിടയിലെ അകലം പതുക്കെ കുറഞ്ഞു. ഒരു ദിവസം അവൾ വിളിച്ചു, "നിനക്കും മഴ ഇഷ്ടമാണോ?" ഞാൻ മറുപടി പറഞ്ഞു, "ഇഷ്ടമാണ്. മഴയിൽ ആരെയും അഭിനയിക്കേണ്ടതില്ല." അവൾ ചിരിച്ചു. ആ ചിരി മഴയുടെ ശബ്ദത്തിൽ ലയം പിടിച്ചു. നിശബ്ദ പ്രണയം. ദിവസങ്ങൾ കടന്നു. നമ്മൾ സംസാരിച്ചു, മഴയിലൂടെയും രാത്രികളിലൂടെയും. അവൾ പറഞ്ഞു, "എനിക്ക് ബന്ധങ്ങളെ വിശ്വസിക്കാൻ പേടിയാണ്." ഞാൻ ചോദിച്ചു, "എന്തുകൊണ്ട്?" അവൾ പറഞ്ഞു, "ഒരിക്കൽ വിശ്വസിച്ചു, പിന്നെ തകർന്നു." ഞാനൊന്നും പറഞ്ഞില്ല, പക്ഷേ എന്റെ നിശബ്ദതയിൽ അവൾക്ക് ആശ്വാസം കിട്ടിയെന്ന് ഞാൻ അറിഞ്ഞു. വേർപാട്. ഒരു ദിവസം അവളുടെ ജാലകം അടഞ്ഞിരുന്നു. വെളിച്ചമില്ല. അടുത്ത ദിവസം കൂടിയില്ല. 3ാം ദിവസം ഒരു കുറിപ്പ് എന്റെ ജാലകത്തിലേക്ക് വന്നു വീണു. അതിൽ എഴുതിയിരുന്നു, "ഞാൻ പോകുന്നു, മഴയെ ഇനിയും ഒറ്റയ്ക്ക് നോക്കാൻ." എന്റെ ഹൃദയം നിശബ്ദമായി. വീണ്ടും മഴ. വർഷങ്ങൾ കഴിഞ്ഞു. ഒരു മഴക്കാല രാത്രി. ഞാൻ വീണ്ടും അതേ ജാലകത്തിനരികിൽ. പെട്ടെന്ന് ഒരു വെളിച്ചം. അതേ വീട്ടിൽ. അവൾ, അനു. അവൾ വിളിച്ചു, "ഇപ്പോൾ മഴയെ ഒരുമിച്ച് നോക്കാമോ?" ഞാൻ ചിരിച്ചു. മഴ വീണ്ടും ഒരു പ്രണയത്തിന്റെ സാക്ഷിയായി. അവസാനം. ചില പ്രണയങ്ങൾ മഴ പോലെ ശബ്ദമില്ലാതെ വന്ന് ഹൃദയം മുഴുവൻ നനയ്ക്കും.